ലക്ഷം തുക പലിശ കൊടുക്കാതെ നിരക്കലായിട്ട് ശമ്പളത്തിൽ പിടിക്കും. വലിയ ശമ്പളവും ഇല്ല, നിങ്ങൾ വിചാരിക്കുന്ന വലിയ ശമ്പളവും ഇല്ല. ബാങ്കിൽ സെക്രട്ടറി ആയിട്ട് നല്ല ശമ്പളം മേടിച്ചിരുന്ന അദ്ദേഹം ഇനി മേടിക്കാൻ പോകുന്നത് TA ഉൾപ്പെടെ 70,000 രൂപയാണ്. TA ഉൾപ്പെടെ തിരുവനന്തപുരത്ത് 4 പ്രാവശ്യം പോകുന്നു. ഞാനൊക്കെ BA കുറ്റിയാണ് പോകുന്നത്. ആ യാത്രയ്ക്ക് തന്നെ എത്ര പൈസയാവും അറിയാം. അധികം ഹോട്ടൽ ഭക്ഷണം ഞാൻ കഴിക്കാറില്ല. അത് തൻ്റെ കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാ തോന്നുന്നു. അധികം ചെലവൊന്നും ചെയ്യാത്ത ആളാണ്, സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ്. എങ്കിൽ പോലും ഞാൻ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ സഹകരണ ബാങ്കുകാരത് കൊടുത്തില്ലെങ്കിലും ഞാൻ സർക്കാരിൽ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഞാൻ കക്ഷി നേതാക്കന്മാരുടെ യോഗത്തിൽ ഞാൻ ഒരാഗ്രഹം മുന്നോട്ട് വെക്കുകയാണ്. എനിക്കിപ്പോൾ വാടക കിട്ടത്തില്ല. ഇന്ത്യയിൽ 15 കൊല്ലമായിട്ട് ഞാൻ വാടക കിട്ടുന്നതിനാഗ്രഹം. ഈ ചെറിയ വരുമാനത്തിൽ നിന്ന് വാടക കൊടുക്കും. അപ്പോൾ ഞാൻ സർക്കാരിലൊരു നിർദ്ദേശം കുഞ്ഞിലക്ഷം വേണ്ടിയാണ്. ഒരു സർക്കാർ ഓഫീസിന് ഒരു കൗവിയാണ് MLA കൂടി ചൂണ്ടിക്കാണിക്കുന്ന ആരുടെ ഔദാര്യമില്ല, കുഞ്ഞികൃഷ്ണൻ MLA ആണെങ്കിലും തണ്ണിവാസം MLA ആണെങ്കിലും ഇപ്പം എനിക്ക് നിർത്തിക്കിട്ട് കുഞ്ഞികൃഷ്ണ പേര് നിർത്തി. അത്തവണ ജയിച്ചു വന്നാൽ അദ്ദേഹത്തിന് തന്നെ തുള്ളാം. ആര് ജയിച്ചോ ആ MLAക്ക് കിട്ടത്തക്ക രൂപത്തിൽ സെക്രട്ടേറിയറ്റ് പോലെ, കളക്ടറേറ്റ് പോലെ, താലൂക്ക് ഓഫീസ് പോലെ, അല്ലെങ്കിൽ BDO ഓഫീസ് പോലെ, പഞ്ചായത്ത് ഓഫീസ് പോലെ, പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസർ സമയമാണ് ഇല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റിന് പഞ്ചായത്ത് ഓഫീസർ ഉള്ളതുപോലെ പയ്യന്നൂർ നിയോജകമണ്ഡലം MLAക്ക് പയ്യന്നൂരിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഒരു കസേരയും മേശയും വേണം. എന്തെങ്കിലും വികസനാവശ്യങ്ങൾ പറയാൻ ഒരവസരം വേണം. അദ്ദേഹത്തിന് ഇങ്ങനെ പണം കൊടുത്തു ഓഫീസ് നടത്താൻ കഴിയില്ല, എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളൊരു കാര്യം കൂടി